ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ലളിതാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണാൻ പോകുന്നത്. അത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് സാമ്പാർ പരിപ്പ്. അത് കഴുകിയരിച്ച് കുക്കറിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. പിന്നെ സാമ്പാർ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ, അത് ഒരു ഏത്തയ്ക്ക, ഒരു ഉരുളൻകിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ വഴുതനങ്ങ, 2 കോവയ്ക്ക, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 4 വെണ്ടയ്ക്ക, ഒരു 3 മുരിങ്ങക്ക, 3 ടൊമാറ്റോ, ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള, 6-7 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പിലയും, ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളിയും, 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഏത് സാമ്പാർ പൊടി ആയാലും കുഴപ്പമില്ല, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാമ്പാർ പൊടി ഇല്ലാത്തവർ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1-1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും സാമ്പാർ പൊടിക്ക് പകരം ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കായപ്പൊടിയാണ്. അത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് 1/4 മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാവുന്നു. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കേണ്ടവർ പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കുക. സാമ്പാറിന് നല്ല കൊഴുപ്പ് വേണ്ടവർ പരിപ്പ് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കുക. നമുക്ക് പരിപ്പ് തന്നെ കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു വിസിലടിക്കുന്നവരെ വേവിച്ചെടുക്കാം. പരിപ്പ് കുക്കറിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് വെയിറ്റിട്ട് ഒരു വിസിലടിക്കുന്നവരെ വെക്കാം. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് ചൂടായ ഒരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറാനായിട്ട് അതിലിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി നമുക്ക് വഴുവഴുപ്പ് മാറുന്നൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. വിസിലടിച്ചപ്പം ഓഫ് ചെയ്ത കുക്കർ ആവിയൊക്കെ പോയി തണുത്തിട്ടുണ്ട്. നമുക്കതിനെ ഒന്ന് തുറന്ന് നോക്കാം. പരിപ്പ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകും മുരിങ്ങക്കായും വെണ്ടയ്ക്കായും ഒഴിച്ച് ബാക്കി എല്ലാ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം. ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ച് ഗ്യാസ് കത്തിച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു വിസിലടിച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവി പോയ കുക്കർ തുറന്ന് നമുക്കതിലേക്ക് വെണ്ടയ്ക്കായും മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കാം. മല്ലിയില അരിഞ്ഞതും ചേർത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി സാമ്പാർ പൊടിയിൽ വെള്ളമൊഴിച്ച് കലക്കി നമുക്ക് കഷ്ണങ്ങളിൽ ചേർത്ത് കൊടുക്കാം. ഇനി കായപ്പൊടിയും ചേർത്ത് പുളിയും പിഴിഞ്ഞൊഴിച്ച് മുരിങ്ങക്കായും വെണ്ടയ്ക്കായും വേകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. മുരിങ്ങക്കായും വെണ്ടയ്ക്കായും വെന്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയും നമുക്ക് സാമ്പാറിന് കടുക് വറുക്കാം. അതിന് ചൂടായ പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തീരുമ്പോൾ 2-3 ഉണക്കമുളക് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇനിയും 2-3 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഉള്ളിയും മുളകും ഒക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞൊടിയുടെ നേരം കൊണ്ട് ഒരടിപൊളി ടേസ്റ്റി സാമ്പാർ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എത്ര കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മൾ ഈ സാമ്പാർ റെഡിയാക്കിയത്. ചോറിൻ്റെ കൂടെയും ഇഡലി, ദോശ, പൂരി ഇവയുടെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണിത്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.